ഹായ് മകളെ, എൻ്റെ പേര് ബഹാവുദ്ദീൻ. ഞാൻ നിങ്ങളുടെ അക്കൗണ്ടൻസി ഫാക്കൽറ്റിയാണ്. നമ്മുടെ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. പറയുമ്പോൾ വളരെ സിമ്പിളായ ഒരു ചാപ്റ്റർ ആണെങ്കിലും അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ. കാരണം ഈ ചാപ്റ്ററിലാണ് എന്താണ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതേപോലെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, കൂടാതെ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ടേംസ് നമ്മൾ പഠിക്കുന്നത് അക്കൗണ്ടൻസിയുടെ ഈ ഒരു ഒന്നാമത്തെ ചാപ്റ്ററിലാണ്. അതായത് നമ്മളിനി മുൻപോട്ടുള്ള ഓരോ ചാപ്റ്റേഴ്സിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടമെൻ്റൽസ്, ഫൗണ്ടേഷൻ, ബേസിക്സ് ഇതൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലാണ്. കാരണം ടേംസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അക്കൗണ്ടൻസി പ്രോപ്പറായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഡെപ്റ്ററിൻ്റെ എമൗണ്ട് 10,000 ആണ്, ഡെപ്റ്റർ ഒരു ഫേമിന് കൂടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാകണമെങ്കിൽ എന്താണ് ഡെപ്റ്റർ എന്ന കാര്യം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. വേണ്ടേ? എന്താ ഡെപ്റ്റർ? നമ്മുടെ ബിസിനസ്സിലേക്ക് പണം തരാനുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് മക്കളെ ഡെപ്റ്റർ. കറക്റ്റ് അല്ലേ? സോ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡെപ്റ്റർ 10,000 ആണ്, ഡെപ്റ്റർ 20,000 ആണെന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ക്ലാസ് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എന്ത് മനസ്സിലായിരിക്കണം? എന്താണ് ഡെപ്റ്റർ എന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലായാൽ മാത്രമേ ആ ടോപ്പിക്കും ആ ക്ലാസ്സും ആ കോൺസെപ്റ്റും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററും ഫസ്റ്റ് ചാപ്റ്ററാണ്. സോ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും മികച്ചതാക്കി പഠിക്കാൻ വേണ്ടി ടീം സൈലത്തിന് കൂടെ ജോയിൻ ചെയ്തോ നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും മനോഹരമായി നമ്മുടെ +1 കരിയർ നമുക്ക് ഏറ്റവും ബെസ്റ്റാക്കി ഫുൾ മാർക്കോട് കൂടി മുന്നോട്ട് പോകാം. All the best.